ഹലോ, ലൈഫ് വിത്ത് മോളി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു പലഹാരമാണ്. പച്ചരി പുതിർത്തി, ഉഴുന്ന് ദോശയല്ല കേട്ടോ, ഉഴുന്നിടണ്ട. പച്ചരി പുതിർത്തിയിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, വലിയ ജീരകം എല്ലാം കൂട്ടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കുക. ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് അത് ആവിക്ക് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെ കൊണ്ട് എളുപ്പത്തിൽ എന്താ ഉണ്ടാക്കാൻ പറ്റിയെന്ന് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് എൻ്റെ കൂടെ പോരെ. ആവിക്ക് വെന്ത് കഴിയുമ്പം ഇഡലി ചെമ്പെന്ന് എടുത്തിട്ട് ഇതാ ഇങ്ങനെയാണ് കിട്ടുക. ഇതിപ്പം നമുക്ക് കറി കൂട്ടിയിട്ടും കഴിക്കാം, ഇറച്ചിക്കറി, മീൻ കറി, അങ്ങനെ എന്ത് കൂട്ടിയിട്ടും ഇങ്ങനെ കഴിക്കാം. അല്ലാതെ നമുക്കൊരു സ്നാക്സ് പോലെ ആക്കിയിട്ടും കഴിക്കാം. ഇത് ഇഡലി ചെമ്പെന്ന് ഞാൻ ഇഡലി ചെമ്പിൽ വെച്ച് വേവിച്ചതിന് ശേഷം അതെടുത്തിട്ട് നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്യുക. എങ്കിലേ നമുക്കത് വറുത്തെടുക്കുമ്പോൾ ഇങ്ങനെ നീളത്തിലോ അത് നമ്മളെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ തലേന്ന് അപ്പം തന്നെ നമുക്ക് അരി പുതിർത്തിയിട്ട് അന്നേരം തന്നെ അരച്ചിട്ട് ചൂടാവുന്നതാണിത്. അല്ലാതെ ഒരു ദിവസം പൊങ്ങി വരാനോ ഒന്നും നമ്മൾ വെക്കണ്ട. അന്നേരം തന്നെ അരച്ചിട്ട് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും വലിയ ജീരകമായിരിക്കണം ഇട്ട് മിക്സിയിൽ ഇട്ട് അരച്ച് അരിയിട്ട് അരച്ചിട്ട് നമ്മളൊരു ദോശയ്ക്ക് ഒഴിക്കുന്ന രീതിയിൽ വേണം. എന്നിട്ടത് ഇഡലി ചെമ്പിൽ ഒഴിച്ചെടുത്തതിൻ്റെതാണ് ഇത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി 1 ടീസ്പൂണ് ഇടാം. നമ്മൾ ഇതിനകത്ത് വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ്. നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്, ആവശ്യത്തിന് വേണമെങ്കിൽ ഇടാം, നോക്കിയിട്ട് ഇട്ടാൽ മതി. വലിയ ജീരകം 1 ടീസ്പൂണ്, ചെറിയ ടീസ്പൂൺ മതി. അതുപോലെ തന്നെ മഞ്ഞളും ചേർക്കണം, മഞ്ഞൾ 1 ടീസ്പൂണ്. എന്നിട്ട് ഇതിൽ കോൺഫ്ലവർ ചേർക്കുന്നവർക്ക് അത് ചേർക്കാം. നമ്മളിപ്പോൾ അതൊന്നും ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കോൺഫ്ലവർ ചേർത്ത് ഒന്നും കൂടി നല്ല ഇതായിട്ടിരിക്കും. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ അപ്പത്തിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടാം. അപ്പത്തിൻ്റെ കഷ്ണം ഇട്ട് അതും ഒന്നുകൂടി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ട് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ മീൻ വറുത്തെടുക്കുന്ന പോലെ അങ്ങനെ ചെയ്യേണ്ടുള്ളൂ. മീൻ വറുത്തെടുക്കുന്ന പോലെ ഞാനിപ്പോൾ ചെറിയൊരു ഇതിനകത്താണ് വെച്ചിട്ടുള്ളത്. ഇത് പാനിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ വലിയ പാനിലാക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ മീൻ വറുത്തെടുക്കുന്ന പോലെ അത്രയും വേണ്ടു, നമുക്ക് എണ്ണയും അധികം വേണ്ട. മീൻ വറുത്തെടുക്കുന്ന പോലെ ഓരോ പീസ് ഇട്ടിട്ട് ഇങ്ങനെ ഇതിന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കുറച്ച് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. ഇങ്ങനെ മീൻ മറിച്ച് ഇടുന്ന പോലെ ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ മീൻ മറിച്ചെടുക്കുന്ന പോലെ തന്നെ അത്രയും നമുക്ക് എണ്ണയും വേണ്ടുള്ളൂ. ഇതിൽ നമുക്ക് കുറേ ഇപ്പോൾ എടുക്കാം. ഇങ്ങനെ നമ്മൾ തട്ടി കൊടുക്കുക. ഇത് വേഗമാകുന്നതാണ്, നല്ല രസമാണ്. ഇത് കുട്ടികൾക്ക് സോസിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളും. നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കുന്നതൊന്നുമല്ലല്ലോ, നമ്മളെ മുളക് പൊടി നമ്മളുണ്ടാക്കുന്ന സാധനങ്ങളാണ്, അരി നമ്മൾ അരക്കുന്നതാണ്. അതുകൊണ്ട് ഇത് മുരിഞ്ഞ് കഴിഞ്ഞാൽ എടുത്താൽ കുട്ടികൾക്ക് സോസിൻ്റെ കൂടെ കഴിക്കാവുന്നവർക്ക്, വലിയവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാം. ഇതിപ്പം നന്നായിട്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ പരുവത്തിൽ നമുക്ക് കോരിയെടുക്കണം. ഇത് ഓൾറെഡി വെന്ത സാധനമാണ്, അതുകൊണ്ട് അത്ര മതി. എന്നിപ്പം നമ്മൾ ഈ പരുവത്തിൽ കോരിയെടുത്തു. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് വറുത്ത് കോരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം ഉണ്ടാവും. ബൈ.